നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ അക്ഷയ തൃതീയ എന്നാണെന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ഏപ്രിൽ 19 ഇന്നാണോ അതോ 20 നാളെയാണോ എന്ന്. നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസം ഏതാണ്, ഇന്നാണോ അതോ നാളെയാണോ? സ്വർണം വാങ്ങാനായിട്ട് സാധിക്കാത്തവർക്ക് ഈ ദിവസം എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ വീട്ടിലൊരുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കലണ്ടർ പ്രകാരം ഏപ്രിൽ 19 അക്ഷയതൃതീയ വരുന്നത്. എന്നാൽ ഇത്തവണ പൂജകൾക്കും പുണ്യകർമ്മങ്ങൾക്കും ഏറ്റവുമായിട്ടുള്ള ഉചിതം ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ്. അതിനുള്ള കാരണങ്ങൾ പറയാം. അതായത് അക്ഷയതൃതീയയുടെ പൂർണ്ണഫലം ലഭിക്കുന്ന തൃതീയ തിഥിയും രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന നേരത്താണ്. അതായത് ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 1:30 തൃതീയ തിഥി ആരംഭിക്കുന്നത്. എന്നാൽ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് 20 തീയതി പുലർച്ചെ 4:35. അപ്പോൾ 20 തീയതി രാവിലെ 11 മണി വരെ തൃതീയ തിഥിയും ഒപ്പം രോഹിണി നക്ഷത്രവും ഒത്തുവരുന്നു. അതുകൊണ്ട് ഈ സമയത്താണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾ തുടങ്ങാനും, നമുക്ക് സ്വർണം മേടിക്കാനോ അല്ലെങ്കിൽ സ്വർണം മേടിക്കാൻ പറ്റാത്തവർ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയം, എല്ലാത്തിനും തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇത്തവണത്തെ അക്ഷയതൃതീയയ്ക്ക് ചില ജ്യോതിഷ പ്രത്യേകതകളുണ്ട് കേട്ടോ. ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ ചന്ദ്രനും രാഹുവും ഒത്തുചേരുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണിത്. ഈ ദിവസം ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. സൂര്യോദയ സമയത്ത് സൂര്യന് അർഘ്യം സമർപ്പിക്കുന്നത് കുടുംബത്തിന് ഐശ്വര്യം നൽകും. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തുക കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് അക്ഷയപത്രം ഒരുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. മഹാലക്ഷ്മി പൂജ ഉറപ്പായിട്ടും ചെയ്യണം. അതായത് കനകധാര സ്തോത്രം ചൊല്ലുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും. നെല്ലിക്ക നിവേദ്യമായിട്ട് ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ്. അക്ഷയ തൃതീയയ്ക്ക് സ്വർണമോ വെള്ളിയോ തന്നെ വാങ്ങണമെന്നില്ല. ഭക്തിയോടെ വാങ്ങുന്ന കല്ലുപ്പ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സ്വർണ്ണ നാണയത്തിന് തുല്യമായ ഫലം നൽകും. ഇത് വാങ്ങി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ അന്നദാനത്തിന് ഈ ദിവസം വലിയ പ്രാധാന്യമുണ്ട്. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്നത് വഴി വലിയൊരു പുണ്യം ലഭിക്കും. പിന്നെ നമ്മുടെ അടുക്കളയിൽ അരിപ്പാത്രത്തിൽ അരി നിറച്ച് വയ്ക്കുക, ഉപ്പ് പാത്രത്തിൽ ഉപ്പ് നിറയെ നിറച്ച് വെക്കുക. ഇതൊക്കെ നമുക്ക് സ്വർണം വാങ്ങുന്നതിലും നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ദിവസം മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത്. തിങ്കളാഴ്ച ദിവസം പൂർണ്ണമായും സസ്യഭക്ഷണം കഴിച്ച് വ്രതശുദ്ധിയോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ 8 മണി മുതൽ 10:30 വരെയാണ് പ്രധാന പൂജകൾക്കും സാധനങ്ങൾ വാങ്ങുന്നതിനും ഏറ്റവും അനുയോജ്യം. നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാനും നമ്മൾ എന്തെങ്കിലും തുടക്കം കുറിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 11 മണിക്ക് ശേഷം തിഥി മാറുന്നതും യമകണ്ഠ കാലം തുടങ്ങുന്നതും ശ്രദ്ധിക്കുക. നാളെ നമ്മൾ നല്ല രീതിയിൽ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ ഈ ദിവസം നോൺ വെജും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ മാതാപിതാക്കളുടെ പാദം തൊട്ട് വന്നിരിക്കുന്നത് കർമ്മദോഷങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കലഹങ്ങളും ദേഷ്യവും ഒക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി ശാന്തമായ മനസ്സോടെ ഇരിക്കാൻ നോക്കണം. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് 8 മണി മുതൽ 10:30 സമയമാണ് കേട്ടോ. പൂജകൾക്കും നമുക്ക് നമ്മുടെ വണ്ടിയോ നമുക്ക് എന്താണോ വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുള്ള സമയം, നല്ലൊരു തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു സമയം, ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അക്ഷയതൃതീയയ്ക്ക് സ്വർണ്ണമാണല്ലോ മേടിക്കണമെന്ന്. അപ്പോൾ സ്വർണ്ണമോ വെള്ളിയോ വാങ്ങാൻ സാധിക്കാത്തവർക്കും വാങ്ങാൻ പറ്റുന്ന ഒത്തിരിയേറെ സാധനങ്ങളുണ്ട്. അതിന് സാധിക്കാത്തവർ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഒരു പാക്കറ്റ് കല്ലുപ്പ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി നിങ്ങൾ വാങ്ങിയിട്ട് പൂജാമുറിയിൽ വെക്കുന്നത് സ്വർണം വാങ്ങുന്നതിന് തുല്യമായിട്ടുള്ള ഫലം നൽകും. അക്ഷയ തിഥിയിൽ ചെയ്യുന്നത് ദാനമാണ്. ഒരിക്കലും ക്ഷയം സംഭവിക്കില്ല. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ വസ്ത്രങ്ങൾ നൽകുകയോ ചെയ്യുന്നതൊക്കെ വലിയ പുണ്യമാണ്. അപ്പോൾ അതിൽ പരം പുണ്യം വേറെ ഇല്ല കേട്ടോ. അപ്പോൾ സ്വർണം മേടിക്കാൻ പറ്റിയില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തിഥിയാണ് അക്ഷയ തിഥിയായിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. അക്ഷയ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയിക്കാത്തത് അല്ലെങ്കിൽ ഒരിക്കലും തീരാത്തത് എന്നാണ്. അന്നേ ദിവസം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഐശ്വര്യമുള്ള ചെടികൾ നടുന്നത്. അക്ഷയ തൃതീയ ദിവസം രാത്രി കഴിയുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയുന്ന 1-2 ചെടികൾ നിങ്ങൾ വീട്ടിൽ നടുക. അതുപോലെ വെറ്റില, വീടിൻ്റെ വടക്ക് വശത്ത് നടന്നത് ഏറ്റവും നല്ല വെറ്റിലയുടെ ഒരു ചെടി. പിന്നെ നെല്ലി, മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ഇത്. വീടിൻ്റെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ നടന്നത് നല്ലതാണ്. പിന്നെ മൈലാഞ്ചി ഏറ്റവും നല്ലതാണ് കേട്ടോ. സാക്ഷാൽ മഹാലക്ഷ്മി സ്വരൂപിയായി കണക്കാക്കുന്നു. അത് വീടിൻ്റെ മുൻവാതിൽ തുറന്നിറങ്ങുമ്പോൾ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് നടുന്നത് നല്ലതാണ്. പിന്നെ വീടിനടുത്ത് ലക്ഷ്മി ക്ഷേത്രമോ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന വഴിപാടുകൾ നടത്താം കേട്ടോ. അതായത് ഇത് സമർപ്പിക്കുന്നത് വഴി ദാരിദ്ര്യം നീങ്ങാനായിട്ട് സഹായിക്കും. അതായത് മഞ്ഞൾപ്പറ, അത് നല്ലതാണ്. പിന്നെ ശ്രീസുക്ത പുഷ്പാഞ്ജലി, കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുഷ്പാഞ്ജലിയാണ്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം നിറയാനായിട്ട്
നല്ലതാണ്. വീട്ടിൽ ലക്ഷ്മി ദേവിയുടെയോ കുബേരൻ്റെയോ ചിത്രങ്ങളില്ലെങ്കിൽ ഈ ദിവസം വാങ്ങി പൂജാമുറിയിലൊക്കെ വയ്ക്കുന്നത് സ്വർണം വാങ്ങുന്നതിനേക്കാളൊക്കെ ഫലം നൽകുന്നതാണ്. പിന്നെ നിലവിളക്കിന് മുന്നിൽ ഒരു ചെറിയ പറയിൽ പാത്രത്തിലോ നാണയങ്ങൾ നിറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് 108 തവണ നമ്മൾ ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് സാമ്പത്തിക ദുരിതങ്ങളെല്ലാം മാറാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാണയപ്പറ സമർപ്പിക്കാം. അതായത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ. പിന്നെ അന്നദാനത്തിന് ഈ ദിവസം വലിയൊരു പ്രാധാന്യമുണ്ട്. പണമോ ഭക്ഷണമോ ആർക്കെങ്കിലും നൽകുന്നത് വഴി ഏറ്റവും വലിയ പുണ്യം ലഭിക്കുക എന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളിലെ അന്നദാനം വഞ്ചിയിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സമർപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ നിൽക്കുമ്പോൾ ഒട്ടും ആഹാരം, അതായത് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ അവർക്ക് ഒരു രീതിയിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക, വേണ്ടവർക്ക് കൊടുക്കുക. അതുപോലെ പശുവിന് ആഹാരം നൽകുന്ന അന്നേ ദിവസം നല്ലതാണ് കേട്ടോ. പശുവിനോ പശുക്കിടാവിനോ ഭക്തിയോടെ ഊട്ടുന്നത് നല്ലതാണ്, ഐശ്വര്യത്തിനൊക്കെ കാരണമാകും. പിന്നെ വീടിൻ്റെ ഉമ്മറവാതിലും പൂജാമുറിയും മഞ്ഞൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തളിച്ച് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി വാതിലിന് കുറുകെ 12 മാവിലകൾ കോർത്ത് തോരണം കെട്ടുക. ഇലകളിൽ മഞ്ഞളും കുങ്കുമൊക്കെ തൊടുന്നതൊക്കെ നല്ലതാണ്. പിന്നെ സ്വർണം തന്നെ വേണമെന്നില്ല. വെള്ളിയോ മറ്റ് ഗൃഹോപകരണങ്ങളോ ആയുധങ്ങൾ ഒഴികെ എല്ലാം വാങ്ങാം. മറ്റുള്ള ആയുധങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ മേടിക്കാൻ പാടില്ല. പിന്നെ ലക്ഷ്മി ചിത്രം പതിപ്പിച്ച വെള്ളി നാണയങ്ങൾ വാങ്ങുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പറഞ്ഞോണം നേരത്തെ കുബേരൻ്റെ ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഒക്കെ മേടിച്ച് പൂജാമുറിയിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഈ ദിവസം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലം ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് ഇതിൻ്റെ സാരം. അക്ഷയതൃതീയയുടെ പ്രത്യേക കാര്യങ്ങളുണ്ട്. ഈ ദിവസത്തിന് ഒട്ടേറെ പുരാണ പശ്ചാത്തലങ്ങളുണ്ട് കേട്ടോ. സൂര്യഭഗവാൻ പാണ്ഡവർക്ക് അക്ഷയപാത്രം നൽകിയത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ്റെ ജന്മദിനം കൂടിയാണിത്. സ്വർഗത്തിൽ നിന്നും ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകിയെത്തത് ഈ ദിവസമാണെന്നും കരുതപ്പെടാറുണ്ട്. ദരിദ്രനായ കുചേലൻ അവിലുമായി കൃഷ്ണനെ കാണാൻ പോയതും കൃഷ്ണൻ കുചേലന് ഐശ്വര്യം നൽകി അനുഗ്രഹിച്ചതും ഈ ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്ഷയ തൃതീയ ദിവസം സൂര്യനും ചന്ദ്രനും അവയുടെ ഏറ്റവും ഉയർന്ന ഉച്ചസ്ഥിതി നിൽക്കുകയായിരിക്കും. ഇത് പ്രകൃതിയിൽ വലിയൊരു പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വിജയപ്രദമാവുമെന്നാണ് വിശ്വാസം. ഈ ദിവസം നമ്മൾ സ്വർണം വാങ്ങിയാൽ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നൊരു വിശ്വാസം ഇക്കാലത്ത് പ്രചാരത്തിലുണ്ട്. എന്നാൽ സ്വർണം തന്നെ വാങ്ങണമെന്നില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വീട് പണി തുടങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ ഈ ദിവസം വളരെ ശുഭകരമാണ്. അതുപോലെ അതിലും നല്ലൊരു കാര്യമാണ് ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം. അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങുന്നതിനേക്കാൾ പുണ്യം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഈ ദിവസം നൽകുന്ന ദാനം അത് നൽകുന്ന ആൾക്ക് അനന്തമായ പുണ്യം നൽകുന്നു. അന്നദാനം, ജലദാനം, ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക, പാവപ്പെട്ടവരെ സഹായിക്കുക എന്നിവയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ചുരുക്കത്തിൽ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനസ്സിനെ ശുദ്ധിയാക്കാനും വരും വർഷത്തെ ഐശ്വര്യത്തിനുമായി പ്രാർത്ഥിക്കേണ്ട ഒരു പുണ്യദിനമാണ് അക്ഷയ തൃതീയ. അതുകൊണ്ട് തന്നെ എല്ലാവരും 19-ാം തീയതി ഇന്നാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. എന്നാൽ ഇത്തവണ ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ലത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ പറയാം. രോഹിണി തിഥിയും അക്ഷയ തിഥിയുടെ പൂർണ്ണ ഫലം ലഭിക്കുന്ന തൃതീയ തിഥിയും രോഹിണി നക്ഷത്രം ഒന്നിച്ചു വരുന്ന നേരത്താണ്. അപ്പോൾ ഏപ്രിൽ 19 തൃതീയ ഉണ്ടെങ്കിലും രോഹിണി നക്ഷത്രം തുടങ്ങുന്ന 20-ാം തീയതി പുലർച്ചെ 4:35 അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ 20 രാവിലെ 11 മണി വരെയുള്ള തൃതീയ തിഥിയുണ്ട്. കൂടാതെ അന്ന് ദിവസം മുഴുവൻ രോഹിണി നക്ഷത്രവും ഉണ്ട്. അതിനാൽ ഈ 2 സംയോഗങ്ങളും വരുന്ന ഏപ്രിൽ 20 രാവിലെയാണ് കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉചിതം. ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയും ചന്ദ്രൻ്റെ ദിവസമായ തിങ്കളാഴ്ചയും ഒന്നിച്ചു വരുന്നത് ഈ ദിവസത്തെ കൂടുതൽ ഐശ്വര്യമുള്ളതാക്കുന്നു. ഏപ്രിൽ 20 രാവിലെ 8 മുതൽ 10:30 വരെയുള്ള സമയം പൂജകൾക്കും ദാനങ്ങൾക്കും സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ ഏറ്റവും അനുയോജ്യമാണ് കേട്ടോ. ചുരുക്കത്തിൽ കലണ്ടറിൽ 19-ന് അക്ഷയ തൃതീയ കാണിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഏപ്രിൽ 20 രാവിലെ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈ അക്ഷയ തൃതീയ ദിവസം നിങ്ങൾക്ക് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തിങ്കളാഴ്ച ചെയ്യാൻ നോക്കുക. അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് മാത്രം സസ്യാഹാരമൊക്കെ കഴിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാന് തിരിയൊക്കെ കൊളുത്തിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ മറക്കണ്ട, ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 10:30 വരെയുള്ള സമയമാണ് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമം. സുപ്രധാന സമയത്താണ് നമ്മൾ ആചരിക്കേണ്ടത്. കലണ്ടറിൽ ഏപ്രിൽ 19-ന് അക്ഷയ തൃതീയ കാണിക്കുന്നുണ്ടെങ്കിലും രോഹിണി നക്ഷത്രം തൃതീയ തിഥിയോ ഒത്തുചേരുന്ന ഏപ്രിൽ 20 തന്നെ നിങ്ങൾ ആചരിക്കാൻ നോക്കുക. എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഈ സമയം തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.